ഓണക്കാലത്ത് ആശ്വാസമായി ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. 59,472 ഗുണഭോക്താക്കൾക്കുള്ള സാമൂഹിക സുരക്ഷാ പെൻഷന് സംസ്ഥാന വിഹിതമായി 951.40 കോടി രൂപയാണ് അനുവദിച്ചത്. ഈ മാസം 31 വരെ പെൻഷൻ വിതരണം ചെയ്യും. ഇത്തവണയും വീടുകളിൽ പെൻഷൻ എത്തും. ഓണക്കാലത്ത് ആശ്വാസമായി ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. 59,472 ഗുണഭോക്താക്കൾക്കുള്ള സാമൂഹിക സുരക്ഷാ പെൻഷന് സംസ്ഥാന വിഹിതമായി 951.40 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. ഈ മാസം 31 വരെ പെൻഷൻ വിതരണം ചെയ്യും. 16 ക്ഷേമനിധി ബോർഡുകൾ വഴി 6.59 ലക്ഷം ഗുണഭോക്താക്കളുള്ള പെൻഷൻ വിതരണത്തിനായി 130.32 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. 8,46,456 പേർക്കുള്ള വാർദ്ധക്യ, ഭിന്നശേഷി, വിധവാ പെൻഷനുകളിലെ കേന്ദ്ര സംസ്ഥാന വിഹിതമായി 24.76 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഇതും ഇന്നു മുതൽ വിതരണം ചെയ്യും. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 1,200 രൂപയും ഇന്ന് നൽകും. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾക്കായി 630.5 കോടി രൂപയും അംഗനവാടി പെൻഷൻകാരുടെ കുടിശ്ശിക തീർക്കാൻ നേരത്തെ അനുവദിച്ച 10 കോടിക്ക് പുറമെ 24 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 4,500 രൂപ ബോണസും 20,000 രൂപ ഓണം അഡ്വാൻസും അനുവദിച്ചിട്ടുണ്ട്. ബോണസിന് അർഹതയില്ലാത്തവർക്ക് 3,000 രൂപയാണ് ഉത്സവബത്ത. പാർട്ട് ടൈം കണ്ടിൻജന്റ് ജീവനക്കാർക്ക് 6,000 രൂപ അഡ്വാൻസായി ലഭിക്കും. സർവീസ് പെൻഷൻകാർക്ക് 1,250 രൂപ ബോണസും ആശ, അംഗനവാടി പ്രവർത്തകർക്ക് 1,450 രൂപ ഉത്സവ ഭത്തയുമാണ് നൽകുന്നത്. പിന്നാക്ക വിഭാഗ സ്കോളർഷിപ്പിൽ മുൻ സർക്കാർ വരുത്തിയ കുടിശ്ശിക തീർക്കാൻ 310 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. കാസ്പ്, ആരോഗ്യകിരണം പദ്ധതികളിലെ അടിയന്തര ബാധ്യതകൾ തീർക്കാൻ 200 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. സപ്ലൈകോയ്ക്ക് ഓണവിപണി സജീവമാക്കാൻ 53 കോടി രൂപ മുൻകൂറായി അനുവദിച്ചു. കൺസ്യൂമർ ഫെഡിന് 25 കോടിയും അനുവദിച്ചിട്ടുണ്ട്. സപ്ലൈകോ വഴി 2026 ജൂലൈ 31 വരെയുള്ള നെല്ല് സംഭരണ PRS കുടിശ്ശിക തീർപ്പാക്കാൻ 150 കോടിയാണ് അനുവദിച്ചത്. ഇത് ഓണത്തിന് മുമ്പ് കൊടുത്തു തീർക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.